നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനുമായ അജിത് പവാർ ഒരു വിമാനാപകടത്തിൽ അന്തരിച്ചു. 66-കാരനായ അജിത് പവാർ ഇന്ന് രാവിലെ മുംബൈയിൽ നിന്ന് പൂനെയിലെ ബാരാമതി നഗരത്തിലേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ നിലത്തിറങ്ങുന്നതിനിടെ ആയിരുന്നു അപകടം. നിലത്ത് ഇടിച്ചിറങ്ങിയ വിമാനം പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയായിരുന്നു. 5ലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. എന്തായാലും ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന അജിത് പവാർ അടക്കം 5 പേരും മരിച്ചു. അജിത് പവാറും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഒരു അനുയായിയും കൂടാതെ പൈലറ്റ് അടക്കം 2 വിമാന ജീവനക്കാരുമാണ് ആ വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത്. 5 പേരും മരിച്ചതായിട്ട് സ്ഥിരീകരണം പുറത്തു വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഈ അപകടത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നലെ മുംബൈയിൽ ഒരു ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് അദ്ദേഹം ഇന്ന് രാവിലെ ബാരാമതിയിലേക്ക് യാത്ര തിരിച്ചത്. ബാരാമതിയിൽ 4 കർഷക സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് പങ്കെടുക്കാനുണ്ടായിരുന്നു. ആ 4 സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് വലിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു പാർട്ടി പ്രവർത്തകരും കർഷകരും. എന്തായാലും ആ പ്രതീക്ഷകളെ ഒക്കെ അസ്ഥാനത്ത് ആക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചിരിക്കുകയാണ്. 8 തവണ മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവാണ് അജിത് പവാർ. 6 തവണ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായിരുന്നു. ശരത് പവാറിൻ്റെ അനന്തരവൻ കൂടിയായ അജിത് പവാർ രാഷ്ട്രീയ രംഗത്ത് തൻ്റെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം മഹാരാഷ്ട്രയുടെ ധനമന്ത്രി കൂടിയായിരുന്നു. 1 തവണ ലോക്സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ അദ്ദേഹം മഹാരാഷ്ട്ര നിയമസഭയിലെ സാന്നിധ്യമാണ്. ശരത് പവാറിൻ്റെ ഏറ്റവും അനുയോജ്യനായ പിൻഗാമി ആര് എന്ന ചോദ്യത്തിന് പവാർ കുടുംബത്തിനും മഹാരാഷ്ട്രയിലെ NCP അണികൾക്കും മറ്റൊരു പേര് നിർദ്ദേശിക്കാനില്ലായിരുന്നു. അജിത് പവാർ എന്നു മാത്രമേ അവർക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ശരത് പവാറിൻ്റെ മകൾ ഇപ്പോൾ MP ആയിരിക്കുന്ന സുപ്രിയ സുലെ ആ കുടുംബാംഗമാണ്. ഇവരെല്ലാം തമ്മിൽ വളരെ ഊഷ്മളമായ സൗഹൃദവും ബന്ധവുമാണ് ഉണ്ടായിരുന്നത്. അജിത് പവാർ പാർട്ടിയെയും കൊണ്ട് NDA പാളയത്തിലേക്ക് ചേക്കേറിയപ്പോഴും ശരത് പവാറും മകൾ സുപ്രിയ സുലെയും ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിന്നു. എന്നാൽ അവരുടെ ബന്ധം, ആ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, അതിന് ഒരു കോട്ടവും ഒരു വിള്ളലും സംഭവിച്ചില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മറാഠ രാഷ്ട്രീയത്തിലെ പവാർ കുടുംബത്തിൻ്റെ ഈ മാതൃക നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒരു പാഠമാണ്. രാഷ്ട്രീയമായ എതിർപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാകും. പക്ഷേ അതൊന്നും നമ്മുടെ വ്യക്തിബന്ധങ്ങളെ, കുടുംബ ബന്ധങ്ങളെ ബാധിക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഈ പവാർ കുടുംബം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ നൽകിയത്. എന്തായാലും മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക്, മറാഠ രാഷ്ട്രീയത്തിന്, ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒക്കെ വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ജനസഹസ്രങ്ങളുടെ നേതാവാണ് അജിത് പവാർ എന്നും ഈ മരണം തന്നെ ഞെട്ടിപ്പിക്കുന്നു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. വളരെ മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഭരണരംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവ് എന്നൊക്കെയാണ് അദ്ദേഹം അജിത് പവാറിനെ വിശേഷിപ്പിച്ചത്. അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ ഈ മരണത്തിൽ ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി. ദേവേന്ദ്ര ഫട്നാവിസ് ആകട്ടെ മഹാരാഷ്ട്ര ഭരണത്തിലുള്ള തൻ്റെ വലം കൈ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കരുതുന്നത്. അദ്ദേഹത്തിന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നില്ല അജിത് പവാറിൻ്റെ വിയോഗം മൂലമുണ്ടായ നഷ്ടത്തെക്കുറിച്ച്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന് ഒരു മികച്ച നേതാവിനെ, ഈ 4 പതിറ്റാണ്ട് 40 വർഷമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് കളിച്ച ഒരു നേതാവിനെ
കർഷകരുടെ നേതാവിനെ, NCP എന്ന പാർട്ടിക്ക് അപ്പുറത്തേക്ക് കർഷകരുടെ വേദനയും വിഷമങ്ങളുമൊക്കെ ഏറ്റുവാങ്ങി അതിന് പരിഹാരം കണ്ടെത്താൻ ഓടി നടന്ന ഒരു നേതാവിനെ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികൾ തന്നെ പറയുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 11 മണി വരെ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടുറങ്ങി പ്രവർത്തിച്ചയാളാണ് എന്നാണ്. 365 ദിവസവും അദ്ദേഹം ജനങ്ങൾക്കൊപ്പമായിരുന്നു. ആ നിയമസഭയിലിരുന്ന് സംസ്ഥാനത്തിൻ്റെ ഭരണം നിർവഹിക്കുമ്പോൾ പോലും അദ്ദേഹം ഏതൊരു തീരുമാനവും എടുക്കുന്നത് കർഷകരെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നതായി അനുയായികൾ പറയുന്നു. അത് സാധിച്ചില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടി, പുരോഗതിക്ക് വേണ്ടി എന്തു വിട്ടുവീഴ്ച ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് NDAയ്ക്കൊപ്പം ചേർന്ന് BJPയുടെ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഒരു ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ അദ്ദേഹം തയ്യാറായത്. നമുക്കറിയാം, അവിടെ BJPയും ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും തമ്മിൽ ചേർന്നാണ് മത്സരിച്ചത്. അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു. എന്നാൽ NCP അജിത് പവാർ വിഭാഗം തെറ്റിപ്പിരിഞ്ഞു വന്ന് അവിടെ അവരുടേതായ വിജയം നേടി NDAയ്ക്കൊപ്പം ചേർന്നു. അങ്ങനെ NDA ഫലത്തിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ NDA മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയ്ക്കോ ശരത് പവാറിൻ്റെ NCP വിഭാഗത്തിനോ കോൺഗ്രസിനോ അവിടെ ഒട്ടും തന്നെ സ്ഥിതി മെച്ചമല്ല, വലിയ പരുങ്ങലിലാണ്. വാസ്തവത്തിൽ മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മഹാരാഷ്ട്ര ഭരണത്തെ കൊണ്ടെത്തിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് എന്ന മുഖ്യമന്ത്രിക്കും ഏകനാഥ് ഷിൻഡെ എന്ന ശിവസേന നേതാവിനും അജിത് പവാർ എന്ന ഉപമുഖ്യമന്ത്രിക്കും സാധിച്ചു. രാഷ്ട്രീയം അങ്ങനെയാണ്. അവിടെ സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. എതിരാളികളും നിലപാടുകളും മാത്രമേ ഉള്ളൂ. ആ എതിരാളികൾ ഇന്നത്തെ എതിരാളി നാളത്തെ മിത്രമാകും. ഇന്നത്തെ മിത്രം നാളെ തൻ്റെ രാഷ്ട്രീയ എതിരാളിയാകും. ഇത് രാഷ്ട്രീയത്തിലെ സമവാക്യമാണ്. അത് അങ്ങനെയൊക്കെ തന്നെ പോകും. പക്ഷേ അതിനെല്ലാം ഉപരി ജനങ്ങളെയും രാഷ്ട്രത്തെയും ജനങ്ങളുടെ ഭാവിയെയും ഒക്കെ വിലമതിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളായിരിക്കണം ഉണ്ടാകേണ്ടത്. അതിനൊരു ഉത്തമ ഉദാഹരണവും മാതൃകയുമായിരുന്നു അജിത് പവാർ. ആ അജിത് പവാറിൻ്റെ വിയോഗം കൊണ്ട് കേവലം മറാഠ രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഇന്ത്യൻ ദേശീയതയ്ക്ക് തന്നെ അതൊരു വലിയ നഷ്ടമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.